ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ദർശി. ഇന്നൊരു ബട്ടണിൻ്റെ കുറുമ ആക്കാൻ ചെയ്തിട്ട് അതിലേക്ക് 2 ബട്ടാട്ട എടുത്തിന. പിന്നെ പച്ച ബട്ടൺ എടുത്തിന, ഫ്രോസൺ ബട്ടാണി വരുന്നല്ല അത്. പിന്നെ ഒരു ബട്ടണി എടുക്കുക, അത് മാത്രം ജാവ് തണ്ണി കിട്ടിയിട്ട് വെക്കണം. ഇത് ഫ്രോസൺ ബട്ടണി ആയിക്കൊണ്ടു തണ്ണി കിട്ടിയിട്ട് വെക്കൊണ്ട് ചേട്ടില്ലല്ലേ, ഒരേ വിസിലിൽ വേവുന്നു. അങ്ങനെ അതിനെ കുറച്ച് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഇതാവണ വേണ്ടിയിട്ട് തണ്ണി ഇട്ടിട്ട് വെച്ചിന. അങ്ങനെ ഒരു ജാറിൽ ഒരു പാതി തേങ്ങ എടുത്തിന, ചരച്ച തേങ്ങ, നല്ല ഫ്രഷ് തേങ്ങ. അത് പാതി എടുത്തിട്ട് മിക്സിക്ക് ഇട്ടുകൊണ്ടുള്ള അതിലേക്ക് 4 കായ്മുളക് കാരക്ക്, വേറെ എന്തോ പൊടി ഇടാനില്ല. പിന്നെ ഒരു കൈൻ്റെ അത്ര മുഷ്ടിൻ്റെ അത്ര കൊത്തമ്പരി ചപ്പു അതും അതിലേക്ക് ഇട്ടുകൊണ്ടുള്ള. പിന്നെ ഒരു ലവങ്ക, ഒരു കെത്ത, പിന്നെ ഒരു ഏലക്കി, പിന്നെ കുറച്ച് ബടായി സോപ്പ്, കുറച്ച് ഇട്ടിന്താനി അത്ര ഇട്ടിട്ട് ഇപ്പോൾ ഗ്രൈൻഡ് ആക്കണം തണ്ണി വീത്തിയിട്ട്. നല്ല പേസ്റ്റ് ബല ആവണം അത് ഒരേ ട്രിപ്പിലാകുന്നില്ല, അങ്ങനെ 2 ട്രിപ്പായിട്ട് ഞാൻ മിക്സി ആക്കിയ. ചില്ലെങ്കിൽ ഒരേ ട്രിപ്പ് ആകുമ്പോൾ അത് തൂന്നു. ചെറിയ മിക്സിൻ്റെ ജാറ്, വലിയ മിക്സിൻ്റെ ജാറ് കുറച്ച് ജാമായിന്, അത് ആകുന്നില്ല. അങ്ങനെ ഇത് ചെറിയയിലാക്കിക്കൊണ്ടുള്ള ഞാൻ നല്ല പേസ്റ്റ് പോലെ ചെന്നാവണം, അത്രത്തോളം നല്ല ഇതാക്കണം, മിക്സി ആക്കണോ, ഗ്രൈൻഡ് ആക്കണം നല്ല. അങ്ങനെ അത് ഗ്രൈൻഡ് ആക്കിയിട്ടായി. അപ്പോൾ കാമ്പൊക്കെ ഇനി അതിനെ കുക്കറിൽ വെക്കണം വേവനി. ഇത് ചിലങ്ക് ഇങ്ങനെ പോട്ടിലാക്കുന്നതിന് കുക്കറിൽ ഒരു വിസിലെടുത്തെങ്കിൽ കറി നല്ല ഇതായിട്ട് വരുന്നു. അങ്ങനെ ഇപ്പം തന്നെ കുക്കർ വെച്ചിന, അതിലൊക്കെ കുറച്ച് എണ്ണ ഭിത്തിക്കൊണ്ടുള്ള കുക്കർക്ക്. ഞാൻ ബീത്തെ എണ്ണ കുറച്ച് ജാസ്തി ആയിന്, അങ്ങനെ ആയിക്കൊണ്ടത് കറി ആയ പിന്നെ നിറച്ച് എണ്ണ വന്നോണ്ടനി കുറച്ച് എണ്ണ ബീത്തിയെങ്കായി. അതിലേക്ക് ഇപ്പോൾ ഒരു പളവിൻ്റെ ഇല ഇട്ടാ, വേറെ എന്ത് ഗരം മസാല ഇടുന്നില്ലേ, പളവിൻ്റെ ഇല മാത്രമേ ഇടുന്നത്. പിന്നെ ഒരു നീരുള്ളി, ചെറിയ മീഡിയം നീരുള്ളി കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇട്ടുകൊണ്ടുള്ള അത് നല്ല ഫ്രൈ ആക്കണം ആ നീരുള്ളി. ഇത് ചപ്പാത്തി പൂരിൻ്റെ ഒക്കെ തല നല്ല ടേസ്റ്റാണ്, ക്രീമി ആയിട്ടിരിക്കുന്നു. പിന്നെ ഇത് ഗ്രൈൻഡ് ആക്കുമ്പോൾക്ക് കുറട്ടി പിന്നെ എന്ത് ചെന്ന നീരുള്ളി ഇടാം ഗ്രൈൻഡ് ആക്കുമ്പോൾക്ക്. ഞാൻ നീരുള്ളി ഇട്ടിട്ടില്ല ഗ്രൈൻഡ് ആക്കുമ്പോൾക്ക്. കുറട്ടി ഒരു 4 കുറട്ടി ഇട്ടെങ്കിൽ അത് നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നു. പിന്നെ ഇത് എന്ത് ചെന്ന പപ്പു ചെന്നല്ലേ, ഇതിലൊക്കെ എന്ത് ചെന്നറിയല്ല, ഊടെ കർണാടകയിൽ പപ്പു ചെല്ലിട്ട് ചെന്നരേന കടല പപ്പൂന്ന് അത് ഇട്ടെങ്കും അങ്ങനെ ദപ്പാന്ന് കറി നല്ല. അത് ഉണ്ട്, ഞാൻ ഇട്ടിട്ടില്ല, അത് ഇട്ടെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് ബേറാക്കിട്ടത്. അങ്ങനെ ഞാൻ കാല് തേങ്ങ മാത്രം ഇട്ടത്. അങ്ങനെ നീരുള്ളി ഫ്രൈ ആയിട്ടാകുമ്പോൾ അതിലൊക്കെ ഒരു വലിയ ടൊമാറ്റോ ഇട്ടിന, ഞാൻ ചെറുതല്ല, കുറച്ച് വലിയ ടൊമാറ്റോ ഇട്ടിന. അതിനെ ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആവുമ്പോൾ ഫ്രൈ ആക്കണം. ഇപ്പോൾ ഇതിൽ ഒരു നീരുള്ളി, ഒരു പളവിൻ്റെ ഇല, പിന്നെ ഒരു ടൊമാറ്റോ ഇട്ടിന. എണ്ണ മാത്രം കുറച്ച് ജാസ്തിയായി, കുറച്ചാക്കിയെങ്കായി കുറച്ചൂര് എണ്ണ. അതിനിപ്പോൾ നല്ല ഫ്രൈ ആക്കണം, കുറച്ച് സോഫ്റ്റ് ആണെന്നല്ലേ, അത്രത്തോളം ഫ്രൈ ആക്കിയെങ്കായി. ഇനി എന്തെങ്കിലും തടികൻ്റെ എന്തെങ്കിലും റെസിപ്പി ഇടണമെങ്കിൽ എങ്കിൽ വേണമെങ്കിൽ അതിനെ കമൻറ്റ് ഇട്ടി ഞാൻ ഇടുന്ന. ഇതിനെ നല്ല സോക്കല് ഫ്രൈ ആക്കിക്കൊണ്ടുള്ള. പിന്നെ ആരും എൻ്റെ ചാനൽക്ക് സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ആക്കി. ഇപ്പം ഞാൻ ഇതിനെ കടഞ്ഞിട്ടുണ്ടെങ്കിലേ തേങ്ങൻ്റെ പേസ്റ്റ് കൊത്തമ്പരി ചപ്പാല ഇട്ടിട്ട് അതിനെ ഇപ്പം ബീത്തിക്കൊണ്ടുള്ള അത് നല്ല പേസ്റ്റ് ആക്കണാവാ. ഇപ്പം അതിനെല്ലാം ഇതിലേക്ക് ഇട്ടുകൊണ്ടുള്ള ബേക്ക് അതിനെ ഇട്ടിട്ട് കുറച്ച് നേരം ഫ്രൈ ആക്കണം. ചിലെങ്കിൽ പച്ചാല എല്ലാം ഇട്ടിന്ന്, അപ്പോൾ പച്ച സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നത് ചപ്പു ഇതെല്ലാം പച്ചാല ഇട്ടിന്ന്. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രൈ ആക്കണം. അങ്ങനെ ഇപ്പോൾ അത് ഫ്രൈ ആയിക്കൊണ്ട് ഞാൻ അതിൽ കുറച്ച് ഇത് ശുണ്ഠി വെള്ളുള്ളി പേസ്റ്റ് ഒരു പസ ഇടുന്ന, കുറച്ച് ഇട്ടിന്ന് ഇട്ടിട്ടില്ല. അങ്ങനെ ശുണ്ഠി വെള്ളുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം. ഫുള്ള് എണ്ണൻ്റെ ഇതെല്ലാം കുറച്ച് മീത്തൊക്കെ ഇങ്ങനെ വരുന്നു, അത്രത്തോളം ഫ്രൈ ആക്കണം. ഇല്ലെങ്കിൽ അത് നമുക്ക് കറിയാക്കിയിട്ട് തിന്നുമ്പോൾ ഫുള്ള് നമുക്കൊരു പച്ച സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഫ്രൈ ആയെങ്കിൽ പച്ച സ്മെല്ല് വരുന്നില്ല. പിന്നെ കുറട്ടിയിട്ടെങ്കിൽ കുറച്ച് ക്രീമി ആയിട്ട് ഇരിക്കുന്നു, ഒരു 4-5 ഇട്ടെങ്കിൽ മതിയാകുന്നു. ഇതിപ്പോൾ നല്ല പാച്ചോണ്ടുണ്ടോ, ഇപ്പം തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ടല്ലേ. ഇതിനെ കുറച്ച് നമുക്ക് എങ്ങനെ തണ്ണി വേണമെങ്കിൽ തണ്ണി ബീത്തിട്ട് കുറച്ച് എന്താ ലൈറ്റ് ആയിട്ട് ഗ്രേവി ടൈപ്പ് ആക്കാം. ഇത് കുറച്ച് ദപ്പമുണ്ട് ഇപ്പം. അതിന് പിന്നെ ഇതിലൊക്കെ വേറെ എന്ത് പൊടി ഇടാനില്ല, കൊത്തമ്പരി പൊടി ഒരു ചൂടിടുന്ന, മുളക് പൊടി എന്തിടാനില്ല. മുളക് പൊടിൻ്റെ ബദൽ ഞാൻ കായ്മുളക് 4 ഇട്ടിന. അത് കാരം നോക്കിയിട്ട് കായ്മുളക് കുറച്ചാക്കിയെങ്കായി. നല്ലത് മീഡിയം കാരം ഉണ്ടെങ്കിൽ അങ്ങനെ 4 കായ്മുളക് ഇട്ടിന്ത് ഞാൻ. ഇപ്പോൾ കൊത്തമ്പരി പൊടി ഇട്ടാലേ അങ്ങനെ ആയിക്കൊണ്ട് അത് കുറച്ച് ഇതാക്കൊണ്ട്. ചില പീടിയുടെ കൊത്തമ്പരി പൊടിയല്ല, പുറൽ തന്നെ കൊത്തമ്പരി ഇരിക്കുന്നല്ല, അതിന് തന്നെ പൊടിയാക്കിയത്. അപ്പോൾ അത് കുറച്ച് സ്മെല്ല് ഇരിക്കുന്നത്, പച്ച സ്മെല്ല്. അങ്ങനെ അതിനെ നല്ല മിക്സ് ആക്കിക്കൊണ്ടുള്ള. ഇപ്പം നോക്കിയത് കുറച്ച് ബയക്കും തിക്കായി, നല്ല ഫ്രൈ ആക്കിയിട്ട് കുറച്ച് ജാസ്തി ഇതായാലേ തിക്കായാലേ. ഇപ്പം ഈ ബട്ടാണിയും ബട്ടാട്ട ഉണ്ടല്ലേ അത്, പിന്നെ ഒരു ലോട്ടൽ അത്ര തണ്ണി വിത്തിക്കൊണ്ടുള്ള.
തണ്ണി ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിക്കൊണ്ടുള്ള മസാല എല്ലാം ഇതിലൊക്കെ മിക്സ് ആവണമല്ലേ. ഇത് നല്ല മിക്സ് ആക്കിയിട്ട് പിന്നെ ഇതിനെ ഉപ്പ് നോക്കണു. ഉപ്പ് യാറ കൊണ്ട കുറച്ച കൊണ്ട ചെല്ലിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇപ്പം ഇട്ടെങ്കിൽ ഈ സ്റ്റേജ് വയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പ് കുറച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉപ്പ് ഇട്ടുകൊണ്ടുള്ളതാണ്. തണ്ണി വാങ്ങാൻ ഇപ്പം നിങ്ങൾക്ക് എത്ര വേണം ചെല്ലിട്ട് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കിയെങ്കിൽ കുറച്ച് യാറ് തണ്ണി വേണമെങ്കിൽ ഇപ്പോൾ ബീത്തെങ്കിൽ ഞാൻ കുറച്ച് ചപ്പാത്തിക്ക് പിന്നെ ഇത് ഞാൻ പൂരിക്ക് ആക്കുന്നത് അങ്ങനെ കൊണ്ടുവച്ചിട്ട് ദപ്പോണേ നല്ലതാണ്. പൂരിക്കും ചോർക്കും രണ്ടുക്കും ഞാൻ ആക്കിക്കൊണ്ടുള്ള ഒരു പസ മിക്സി കതിയെ തണ്ണി ഉണഞ്ഞാൽ അതിനെ ഇട്ടുകൊണ്ടുള്ള ഒരു പസ ഇപ്പം നല്ല മിക്സ് ആക്കണേനാ. ഉപ്പിട്ടല്ലേ, ഉപ്പിട്ടിട്ടാകുമ്പോൾ ഇതിനെ നല്ല മിക്സ് ആക്കിയെങ്കിൽ എല്ലായിടത്തൊക്കെ ഇതാണ്. ഇപ്പം ഞാനിതിന് മൂടിയിട്ട് വെച്ചോണ്ടുള്ള ഒരു വിസിലെടുക്കുന്ന. ഇപ്പോൾ ഇത് ഒരു വിസിൽ വന്ന് അതിനിപ്പോൾ ഒരു തോപ്പൊക്കെ മാറ്റുന്ന ഞാൻ എണ്ണ ഫസ്റ്റൊക്കെ എണ്ണ ജാസ്തി ബീറ്റക്കൊണ്ട് ഇതിൻ്റെ മീത്ത ഫുൾ എണ്ണ അതിന്. ഇപ്പം ആ എണ്ണ നല്ല ഞാൻ എടുക്കുന്ന നല്ല മിക്സ് ആക്കിയിട്ട് ഇത്ര എണ്ണ വേണ്ട, ഇത്ര എണ്ണ തിന്നെങ്കിൽ അങ്ങനെ ആവും. അങ്ങനെ ആയിക്കൊണ്ട് ഇത്ര മീത്ത ഉള്ള എണ്ണ അല്ല ഞാൻ ഇതിൽ എടുത്തോണ്ടുള്ള കയ്യിൽ എടുത്തിട്ട് ഒരു കോപ്പ് കിട്ടോണ്ടുള്ള കുറച്ച് എണ്ണ ജാസ്തി ആയിക്കൊണ്ട് മീത്ത ഫുൾ പച്ച ഇതായിനി. അത്ര എണ്ണ കുടിച്ചെങ്കിൽ ആവാല അങ്ങനെ. അതെന്തോ ബീത്തുമ്പോൾ കുറച്ച് യാറായത് എൻ്റെ അങ്ങനെ എണ്ണ നോക്കിയിട്ട് ബീത്തേങ്കായി. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ചുകൊണ്ട് അങ്ങനെ ബാക്ക് ബീറ്റോണ്ടുള്ള ഇത് നല്ല ഗട്ടിയായിട്ട് ഒരേ വിസിൽ മതി. ചില പച്ച ബട്ടണി ആയിക്കൊണ്ട് നിങ്ങൾ പിന്നെ ഒരു ബട്ടൺ ഇടുന്നെങ്കിൽ ഫസ്റ്റ് തന്നെ കുറച്ച് വേപ്പിച്ചിട്ട് പിന്നെ ആ കറിക്ക് ഇതാക്കിയെങ്കിൽ ആയി. ഇപ്പോൾ കറി